بسم الله الرحمن الرحيم. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1690 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 25-26 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 25-26 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കി 24-ാമത്തെ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ആശയപരമായ ഒരു തുടർച്ചയായിട്ടാണ് ഈ രണ്ടായത്തുകള് നമുക്ക് കാണാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇഫ്തിറാ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കയിലെ നിഷേധികള്, മുശ്രിക്കുകള്, കുഫാറുകളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെളിപാട് എന്ന പേരിൽ സ്വന്തമായിട്ട് ചിലതൊക്കെ ചമച്ചുണ്ടാക്കിയിട്ട് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പേരിൽ അദ്ദേഹം സ്വന്തമായി പലതും മെനഞ്ഞുണ്ടാക്കി അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതായിരുന്നു അവര് നടത്തിക്കൊണ്ടിരുന്ന ആക്ഷേപം. അത് പറയുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അവർക്ക് 1000 വട്ടം ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്കിടയിൽ 40 വർഷം ജീവിച്ച ആ വ്യക്തി സത്യസന്ധതയുടെ അതിർവരമ്പുകൾ വിട്ട് ഒരിക്കൽ പോലും എങ്ങോട്ടും ചുവടുവെപ്പ് നടത്തിയിട്ടില്ലാത്ത, അവർക്ക് വളരെ നന്നായി പരിചയമുള്ള അൽ അമീൻ എന്ന് അവരെല്ലാവരും സർവസമ്മതൻ എന്ന നിലക്ക് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി അങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ വല്ലതും ചമച്ചുണ്ടാക്കിയിട്ട് വ്യാജമായിട്ട് ചിലതൊക്കെ കേൾപ്പിച്ചുകൊണ്ട് അത് അള്ളാഹു തനിക്ക് അവതരിപ്പിച്ചു തന്നതാണ്, ദൈവികമായ വെളിപാടാണ് എന്ന് പറയുകയില്ല എന്ന കാര്യം, ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യുകയില്ല എന്ന കാര്യം അവർക്ക് നല്ല ബോധ്യമുള്ള സംഗതിയാണ്. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വചനങ്ങളെ തള്ളിക്കളയാൻ, സ്വീകരിക്കാതിരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവര് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കാനും അത് പിന്തുടരാനും അവര് സന്നദ്ധരാവണം. അതല്ലെങ്കിൽ അത് വ്യാജമായിട്ട് ചമച്ചുണ്ടാക്കിയതാണ്, അത് ദൈവിക വചനങ്ങളല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയാം. ഇങ്ങനെ 2 സാധ്യതകളാണ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അവര് തെരഞ്ഞെടുത്തത് ഇതിലെ ഈ 2ാമത്തെ രീതിയാണ്. ഇതൊരു ഇഫ്തിറാ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുക എന്നതാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവരെ പരാമർശിച്ചുകൊണ്ട്
ഇവിടെ അള്ളാഹു പറയുകയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ദൗർഭാഗ്യവാന്മാരെ പോലെ തന്നെ താങ്കളുടെ ഹൃദയത്തെയും അവൻ മുദ്ര വയ്ക്കുമായിരുന്നു. ഇപ്പോ താങ്കളുടെ ഹൃദയത്തിൽ സത്യം പ്രവേശിക്കുകയും സത്യത്തിന് വലിയ അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥയാണല്ലോ ഉള്ളത്. എന്നാൽ ഈ ദൗർഭാഗ്യവാന്മാരുടെ കാര്യത്തിൽ അവരുടെ കൺമുന്നിൽ സത്യം വന്ന് വിരിഞ്ഞു നിന്നാൽ പോലും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയോ ബോധ്യപ്പെടുകയോ ഒന്നുമില്ല. അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച അവസ്ഥയാണുള്ളത്. അതിലേക്ക് സത്യം പ്രവേശിക്കുകയില്ല. ഇതാണ് വസ്തുത. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ബാത്തിലിനെ, മിഥ്യയെ മായ്ച്ചു കളയാനും സത്യത്തെ സ്ഥാപിതമാക്കാനും അവന്റെ കലിമാത്തുകൾ കൊണ്ട് സത്യത്തെ സ്ഥാപിതമാക്കുക എന്നതാണ് അള്ളാഹു ലക്ഷ്യമിടുന്നത്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. അപ്പൊ ഈ പ്രക്രിയയില് ഏറ്റവുമേറെ പരീക്ഷണ വിധേയമാകുന്നത് മനുഷ്യ ഹൃദയങ്ങളാണ്. ഓരോരുത്തരും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, ഏത് വിധത്തിലുള്ള പ്രതികരണമാണ് നൽകുന്നത്, എത്രത്തോളം സത്യസന്ധതയോടുകൂടിയാണ് അവർ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുന്നു എന്നതാണ് ഈ പ്രക്രിയയുടെ അനിവാര്യമായിട്ടുള്ള ഒരു ഫലം. അള്ളാഹു തുടർന്ന് ഇവിടെ പറയുകയുണ്ടായത്, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. നെഞ്ചകങ്ങളില്, ഹൃദയങ്ങളില് സംഭവിക്കുന്ന ഓരോ തുടിപ്പും ചലനവും നിലപാടും അതുപോലെ തന്നെ പ്രതികരണവും ഇഷ്ടവും അനിഷ്ടവും ഒക്കെ അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നു എന്നാണ്. അപ്പൊ ഈ കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം, മുശ്രിക്കുകളെ ഒക്കെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഹൃദയങ്ങൾ ഏതു വിധത്തിലാണ് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ കേൾപ്പിക്കപ്പെടുമ്പോൾ പ്രതികരിക്കുകയുണ്ടായത് എന്നത് സസൂക്ഷ്മം അറിയുന്നവനാണ് അള്ളാഹു എന്നതാണ് ഇവിടെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ട് വരുന്നത്. അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോ ഒരിക്കലും തന്നെ മനുഷ്യന് രചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്, ദൈവികമായിട്ടല്ലാതെ രൂപകൽപ്പന ചെയ്യപ്പെടാൻ കഴിയുകയില്ലാത്ത വളരെ യുണീക്കായ വെളിപ്പെടുത്തലുകളാണ് ഈ ആയാത്തുകളിലൂടെ സംഭവിക്കുന്നത് എന്നത് സത്യസന്ധതയോടുകൂടി അതിനെ കേൾക്കുകയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആർക്കും ബോധ്യപ്പെടും. ഈ ഒരു കാര്യം അവരുടെ ഹൃദയങ്ങളിൽ തന്നെ പ്രതിധ്വനിക്കും. അപ്പൊ ഹൃദയങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നത് തീർച്ചയായിട്ടും അള്ളാഹു അറിയുന്നുണ്ട്. ഹൃദയങ്ങളിൽ നടക്കുന്ന ചലനങ്ങളെ അറിയുന്ന അള്ളാഹുവിന് മാത്രമേ ഓരോരുത്തരുടെയും നിലപാടുകൾ എത്രത്തോളം സത്യസന്ധമാണ് അല്ലെങ്കിൽ സത്യസന്ധമല്ല എന്ന കാര്യം തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഹൃദയങ്ങളിൽ സത്യമായി ബോധ്യപ്പെട്ടത് തന്നെ അവര് പെട്ടെന്ന് അത് മൂടിവെക്കുകയും മറച്ചു പിടിക്കുകയും ഹൃദയങ്ങൾക്ക് ഒരു താഴിട്ട വിധത്തിലുള്ള പ്രതികരണങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നവരായി മാറുകയാണ്. അപ്പോ അവിടെ സത്യസന്ധത ഇല്ലായ്മ കാണിച്ചുകൊണ്ട് സത്യം ബോധ്യപ്പെട്ടത് തന്നെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു മൂടുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്നത് കാണാൻ സാധിക്കും. പക്ഷെ ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് അവർക്ക് മറച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. നെഞ്ചകങ്ങളിലുള്ളതിനെ നന്നായി അറിയുന്നവനാണ് അള്ളാഹു. ഇതാണ് അതിനുള്ള കാരണം. എന്നിട്ട് ഈ ആളുകളോട് അള്ളാഹു ഒരു കാര്യം തുറന്നു പറയുകയാണ്. നിങ്ങൾ സത്യസന്ധത കാണിക്കാതിരുന്നു, അതിനെ വ്യാജമായി ചമച്ചുണ്ടാക്കിയ ഒരു സംഗതിയായിട്ട് അതിനെ മനസ്സിലാക്കുകയോ അതിനെക്കുറിച്ച് പറയുകയോ ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള അക്രമങ്ങളാണ്. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കുറ്റകരമായ ചില സംഗതികളാണ്. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്കായി ദൈവിക മാർഗദർശനം വെളിപ്പെടുത്തപ്പെട്ടപ്പോ അത് കൊണ്ടുവന്ന പ്രവാചകന്റെ സത്യസന്ധതയെ പോലും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ കുറ്റകരമായ ഒരു കാര്യമാണിത്. ഈ കുറ്റകൃത്യത്തിൽ നിങ്ങൾ
ദീർഘകാലം തുടരാതിരിക്കുകയാണ് നിങ്ങൾക്ക് ഗുണം. നിങ്ങളിൽ നിന്ന് സത്യസന്ധതയില്ലായ്മ ഉണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുറ്റകരമായ നിലപാടിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫെയ്റ്റലായ, വളരെ അപകടകരമായ ഒരു പരിണതിയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരായിക്കൊണ്ട് തെറ്റ് തിരുത്താനുള്ള സന്നദ്ധത കാണിക്കുക. ഇതാണ് തുടർന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 2 ആയത്തുകളിൽ അള്ളാഹു ആ സമൂഹത്തിന് നൽകുന്ന സന്ദേശം. അതിന്റെ ആ ആശയം നമുക്ക് വേറെ വ്യത്യസ്തമായ ഒരു തലത്തിൽ വിവരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പകർന്നു നൽകപ്പെടുന്നത് ഈ ആയത്തുകളിൽ കാണാം. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കുക, അവനാണ് തന്റെ അടിയാറുകളിൽ നിന്ന്, തന്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. ഇവിടെ ഇബാദ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സത്യവിശ്വാസികളിൽ നിന്ന് എന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മുത്തഖികളിൽ നിന്ന് എന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ല. മറിച്ച് തന്റെ ഇബാദുകളിൽ നിന്ന്, ഇബാദുകളിൽ നല്ലവരും ചീത്തയൊക്കെ ഉണ്ടാവും. അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടവരായ അവസ്ഥയിലുള്ള ഇബാദുകൾ ഉണ്ടാവും, മറിച്ചും ഉണ്ടാവാം. അപ്പോ വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, തന്റെ ഇബാദുകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അള്ളാഹു ആകുന്നു. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇഫ്തിറാ ആരോപിച്ച ആളുകൾ, അദ്ദേഹം ഈ ദൈവിക വെളിപ്പാടുകൾ എന്ന വിധത്തിൽ സ്വന്തം ചമച്ചുകൊണ്ട് ചിലതുണ്ടാക്കിയിട്ട് അത് അള്ളാഹു തന്നതാണ്, അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് അവർ ആരോപിച്ചത്. അതിനാണ് ഇഫ്തിറാ ആരോപണം എന്ന് പറയുന്നത്. അപ്പോ അത്തരം ആളുകളോടായിട്ട് അള്ളാഹു പറയുന്നത് വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, തന്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അവൻ യഖ്ബലു തൗബത അൻ ഇബാദിഹി എന്നാണ്. വീഴ്ചകൾ സംഭവിക്കുന്ന തന്റെ അടിമകളിൽ നിന്ന്, ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളവനാണ് അള്ളാഹു. വയഅഫു അനി സയ്യിആത്ത്, അവരുടെ തിന്മകളെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ 2 പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരസ്പര ബന്ധമുള്ളതാണ്. യഖ്ബലു തൗബത അൻ ഇബാദിഹി, തന്റെ ഇബാദുകളിൽ നിന്ന് അവൻ തൗബ സ്വീകരിക്കും, പശ്ചാത്താപം സ്വീകരിക്കും. വയഅഫു അനി സയ്യിആത്ത്, സയ്യിആത്തുകൾ സംഭവിച്ചു പോകുന്നത്, അവരുടെ തിന്മകൾ സംഭവിച്ചു പോകുന്നത് അവൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇതിന് സന്നദ്ധതയുള്ള അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് ഈ 2 സംഗതികൾക്ക് ഒരുക്കമുള്ളവനാണ് അള്ളാഹു എന്നാണ്. തൗബ സ്വീകരിക്കാൻ, സയ്യിആത്തുകളെ അഫൂ ചെയ്തു കൊടുക്കാൻ. ഈ 2 സംഗതികൾ മക്കയിലെ നിഷേധത്തിൽ നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പിന്നിട്ട നാളുകളിൽ അവർ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്കൊക്കെ തന്നെയും പൂർണ്ണമായ ഒരു വിടുതി നൽകിക്കൊണ്ട്, അതിനൊരു പരിഹാരം തീർപ്പാക്കിക്കൊണ്ട് അവരെ അള്ളാഹു തിരികെ വിളിക്കുകയാണ്. നിങ്ങൾ തൗബ ചെയ്യുകയും അതുപോലെ അള്ളാഹുവിന്റെ അഫൂ തേടുകയും ചെയ്താൽ നിങ്ങളുടെ അതിക്രമങ്ങളെ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു തരും. അതുപോലെ നിങ്ങളുടെ സയ്യിആത്തുകള് അവൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും. ഇത് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് എന്ന വിധത്തിലാണ് അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. വയഅലമു മാ തഫ്അലൂൻ, അതിന്റെ കൂടെ ഒരു കാര്യം കൂടി അള്ളാഹു പറയുകയാണ്. അള്ളാഹു തൗബ സ്വീകരിക്കുന്നു, അഫൂ ചെയ്തു കൊടുക്കുന്നു എന്നത് മാത്രമല്ല, വയഅലമു മാ തഫ്അലൂൻ,
നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അവൻ അറിയുകയും ചെയ്യുന്നു. അള്ളാനെ അങ്ങ് തൗബ ചെയ്തും അഫ്വ തേടിക്കൊണ്ടും പറ്റിച്ചു കളയാം എന്ന് ആരും കരുതണ്ട. അതിനെ തുടർന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും അള്ളാഹു അറിയും. അതുകൊണ്ട് പേരിന് ഒരു ഒരു വേർബൽ എക്സസൈസ് എന്ന നിലക്ക്, ഒരു അധര വ്യായാമം എന്ന നിലക്ക് ഒരു തൗബ അങ്ങ് നിർവഹിച്ച് ഒരു അഫ്വ് തേടിക്കൊണ്ടുള്ള ഒരു സംസാരം നടത്തി പിന്നെയും പഴയ പോലെ തന്നെ അങ്ങ് ജീവിച്ചു കളയാം എന്നാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ അള്ളാഹുവിനെ വിഡ്ഢിയാക്കാം എന്നാരും കരുതണ്ട. അവൻ വയഅലമു മാ തഫ്അലൂൻ, തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് അവൻ സൂക്ഷ്മമായിട്ട് അറിയും. അള്ളാഹുവിന്റെ ഒരു ശ്രദ്ധേയമായ പ്രത്യേകതയാണത്. അവൻ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായിട്ട് അറിയുന്നു എന്നത്. അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഫ്തിറാ ചെയ്തുകൊണ്ട് അവരെ വഞ്ചനയിൽ അകപ്പെടുത്തുകയാണ് എന്ന ആരോപണമാണല്ലോ അവർ ഉന്നയിച്ചിരുന്നത്. ആ ആരോപണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിട്ട കാലത്തെ കുറിച്ച് വല്ലതും അറിയുന്ന ഒരാളെയും എങ്കിലും സംബന്ധിച്ചിടത്തോളം തീർത്തും അടിസ്ഥാനരഹിതമായതാണ്. അത് അക്രമപരമായ ഒരു സംസാരമാണ്. അതിന്റെ പേരിൽ അവര് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അതുപോലെ അവർ കർമ്മങ്ങള് നല്ലതാക്കേണ്ടതുണ്ട്. സയ്യിആത്തുകളിൽ നിന്ന് അവര് വേറിട്ട് പോന്ന് ഹസനാത്തുകൾ ചെയ്യുന്ന ഒരു ദിശയിലേക്ക് അവർ നീങ്ങേണ്ടതുണ്ട്. ഈ രണ്ട് നിബന്ധനകളും പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നത് അറിയാൻ വയഅലമു മാ തഫ്അലൂൻ എന്നാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായിട്ട് അവൻ അറിയുന്നുണ്ട് എന്ന്. എന്നിട്ട് വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, അവന് ഇസ്തിജാബത്ത് നടത്തുന്നു, അല്ലെങ്കിൽ അവൻ ഈ ആളുകളെ വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മികളായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവരുടെ തേട്ടങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു, അവരെ കേൾക്കുന്നു. അതാണ് യസ്തജീബു എന്നതിന്റെ സൂചന. അവർക്ക് അവൻ ഇജാബത്ത് ചെയ്യുന്നു. അവര് വിശ്വാസികള്, സൽക്കർമ്മികളായ വിശ്വാസികൾ അള്ളാഹുവിനോട് നടത്തുന്ന ഉള്ളൊരുക്കിയുള്ള തേട്ടങ്ങൾ, അതിന് അവൻ ഉത്തരം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനവൻ പരിഗണന നൽകുന്നു, കേൾക്കുന്നു. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, എന്നിട്ട് വയസീദുഹും മിൻ ഫദ്ലി, അവർക്ക് തന്റെ ഔദാര്യം അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസമാർഗത്തിലേക്ക് പ്രവേശിക്കുകയും സൽക്കർമ്മികളായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ, അതൊക്കെയും അള്ളാഹു കേൾക്കുന്നു. അതിന് ഏറ്റവും യോജിച്ച വിധത്തിലുള്ള ഉത്തരം നൽകുകയും ചെയ്യുന്നു. അതിനു പുറമെ അവൻ അവർക്ക് വയസീദുഹും മിൻ ഫദ്ലിഹി, തന്റെ ഔദാര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അക്രമപരമായ വിധത്തിൽ പ്രതികരിച്ച, അദ്ദേഹം ഇഫ്തിറാ ചെയ്യുന്നു എന്ന് ആരോപിച്ച ആളുകളുടെ കാര്യത്തില് അവർക്ക് അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും, അവർക്ക് അഫൂ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അതേ സമയത്ത് അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായിട്ട് അറിയുന്നുമുണ്ട്. അപ്പൊ അവർക്കൊരു വലിയ അവസരം ഇവിടെ തുറന്നു കൊടുക്കുകയാണ്. പിന്നിട്ട കാലം നിങ്ങൾക്ക് സംഭവിച്ച പിഴവുകളും വീഴ്ചകളും ബോധപൂർവം നിങ്ങൾ ചെയ്ത അക്രമങ്ങളും ഒക്കെ തന്നെ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതോടുകൂടി അള്ളാഹു അത് നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങളോട് നിങ്ങളുടെ എല്ലാ തിന്മകളും അവൻ വിട്ടുവീഴ്ച ചെയ്തു തരും. പക്ഷെ അതൊരു തീരുമാനമാവണം, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാകണം. കാരണം അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തുടർന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഇത് നിഷേധികളോട് പറഞ്ഞപ്പോ വിശ്വാസികളോടായി അള്ളാഹു പറയുന്ന കാര്യം അവരുടെ
മനസ്സ് തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. അവര് വലിയ പ്രതിസന്ധികളിലാണ്, വലിയ ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വളരെ കൂടിയ അളവിലുള്ള പീഡനങ്ങളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ആരും സങ്കല്പിക്കണ്ട. കാരണം വയസ്തജീബുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നുണ്ട്. വിശ്വാസികളുടെ, സൽക്കർമ്മികളുടെ പ്രാർത്ഥന. അവർക്ക് വയസീദുഹും മിൻ ഫദ്ലിഹി, അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്ന ഒരു കാര്യം, അവന്റെ ധാരാളം ഔദാര്യം അവൻ അവർക്ക് നിരന്തരമായി വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യം അള്ളാഹുവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ദൈവിക മാർഗദർശനമായിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വെളിപാടുകൾ അവർക്ക് ആവശ്യമായ ജീവിത മാർഗദർശനം കൂടുതലായിട്ട് പകർന്നു നൽകുന്ന വിധത്തില് അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് ലഭിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവയെ തരണം ചെയ്തും നേരിട്ടും അവർക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നതും, അവരുടെ ഈമാൻ നഷ്ടപ്പെടാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്നതുമൊക്കെ അള്ളാഹുവിന്റെ വർദ്ധിച്ച ഔദാര്യം തന്നെയാണ്. കൂടാതെ ഓരോ പ്രത്യേക സന്ദർഭത്തിലും ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന വ്യക്തി തലത്തിലും സാമൂഹ്യ തലത്തിലും ഒക്കെ അനുഭവിക്കുന്ന പ്രത്യേകമായ ദൈവിക ഇടപെടലുകൾ, അതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ വർദ്ധിച്ച അനുഗ്രഹമാണ്, ഔദാര്യമാണ്. വൽ കാഫിറൂന, എന്നാൽ മറ്റൊരു വിഭാഗം, ഇവിടെ തൗബ ചെയ്യാനും അഫ്വ തേടാനും ആഗ്രഹിക്കാത്ത ഒരു വിഭാഗം ഉണ്ട് അവിടെ. അവര് വൽ കാഫിറൂൻ, അവരാണ് നിഷേധികൾ. ഈ നിഷേധികളുടെ കാര്യം എന്താണ്? ലഹും അദാബുൻ ശദീദ്, അവർക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. അവർക്കുള്ളത് കഠിനമായ ശക്തമായ ശിക്ഷയാണ്. ലഹും അദാബുൻ ശദീദ്. കാരണം അവരുടെ ബുദ്ധിയോട് തന്നെ, അവരുടെ മനസാക്ഷിയോട് തന്നെ വഞ്ചന ചെയ്ത ആളുകളാണ്. ദൈവികമായ വെളിപാടുകളെയും സൂചനകളെയും അവയുടെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ അവയെ വക്രതയുള്ളതാക്കിക്കൊണ്ട് മാത്രം സമീപിക്കുകയും അത് അവരിലേക്ക് എത്തിച്ചു കൊടുത്ത പ്രവാചകനെ ആക്ഷേപങ്ങൾ കൊണ്ട് ചൊരിയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിഷേധികൾ, ആ കുഫറിന്റെ നിലപാടിൽ അവർ മാറ്റം വരുത്താത്തിടത്തോളം കാലം അപ്പോഴാണ് അവർ കാഫിറുകളാവുക. ആ നിലപാടിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അവർ തൗബ ചെയ്തവരും അഫ്വ തേടിയവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് ഈ ഈമാനും അഅ്മാലുസ്സാലിഹാത്തും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് മാറുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ കൂട്ടാക്കാതെ കാഫിറുകളായിട്ട് തന്നെ നിലകൊള്ളുന്ന ആളുകൾ, വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ തുടർന്ന് വ്യക്തമാക്കുന്നത്. അപ്പൊ മക്കയിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിപാടുകളെ ഇഫ്തിറ ആണ്, അദ്ദേഹം ചമച്ചുണ്ടാക്കിയ വ്യാജമായ സംഗതികളാണ്, എന്നിട്ട് അവയെ അള്ളാഹു തന്നതാണ് എന്ന വിധത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കള്ളം പറയുകയാണ് എന്നാണ് മക്ക മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അവർ ചെയ്ത വലിയ കടുപ്പമുള്ള അക്രമമാണ്, സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിലും അവർ തൗബ ചെയ്യാൻ സന്നദ്ധരാണ് എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കും. അവര് പിന്നിട്ട നാളുകളിൽ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളും അക്രമങ്ങളും ഒക്കെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് തുടർന്ന് എന്നത് അള്ളാഹു സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. എന്നാൽ വിശ്വാസികളുടെ കാര്യത്തില് അവര് മനസ്സിൽ തട്ടിക്കൊണ്ട് അവരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളും തേട്ടങ്ങളും ഒക്കെ അത് അള്ളാഹു ഇജാബത്ത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക അവൻ അവർക്ക് അവന്റെ ഔദാര്യം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്.
അവർക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്നത് പോലും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് എന്നത് അവർ തിരിച്ചറിയുമ്പോൾ അവരെ നിരാശ വേട്ടയാടുകയില്ല. അള്ളാഹുവിനെ വിളിച്ചിട്ട് കേണ് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഫലമുണ്ടായില്ല എന്ന വിധത്തിലുള്ള നിരാശ അവനെ പിടികൂടുകയില്ല എന്നതാണ് അതിന്റെ ഫലം. അപ്പോ ഈ രണ്ട് വിഭാഗങ്ങളെയും അവരുടെ നിലപാടുകളും തേട്ടങ്ങളും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായത്. പിന്നീട് ആയത്തുകളിൽ ഈ സൂറത്തിൽ മുഖ്യമായിട്ടും നമ്മൾ പരിശോധനക്കും അല്ലെങ്കിൽ കൃത്യമായ വിലയിരുത്തലിനും വിധേയമാക്കിക്കൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ അവതരിപ്പിച്ച ആ ജീവിത ദർശനവും അതിനോട് വിവിധ വിഭാഗം ആളുകൾ സ്വീകരിച്ച നിലപാടുകളുമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.